കൃപാസനം പത്രം സെപ്റ്റംബർ 2025 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം കരിങ്ങാംതുരത്തിൽ നിന്നുള്ള സുബിഷ ജിൻസന്റെ സാക്ഷ്യം. കുഞ്ഞിന് ഹാർട്ടിന്റെ വാൽവിന് 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. ഉടമ്പടി എടുത്തപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്ന്. എന്റെ കുഞ്ഞ് ജനിച്ച ശേഷം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മർമറിംഗ് ഉണ്ട്, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും, എക്കോ ചെയ്ത് നോക്കാം എന്നാണ്. ഞാൻ തളർന്നിരുന്നു പോയി. കാർഡിയോളജിയിൽ കാണിച്ചപ്പോൾ കുഞ്ഞിന് ഹാർട്ടിന്റെ വാൽവിന് 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് അമ്മയുടെ ഹൃദയത്തിലിരിക്കുന്ന കൈ കുറച്ചുകൂടി താഴ്ത്തി എന്റെ കുഞ്ഞിന്റെ വാൽവിലേക്ക് വെക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാൽവിന്റെ ഹോൾ അടഞ്ഞു. ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്നാണ്. പാലക്കാട് പന്തലാംപാടത്ത് നിന്നുള്ള റീനുവിന്റെ സാക്ഷ്യം. 60 ലക്ഷത്തിന്റെ കടത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത്. ഉടമ്പടിയിൽ ഉടനടി മാതാവ് പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്. എന്റെയും സഹോദരിയുടെയും വിവാഹം നടത്തുന്നതിന് വേണ്ടി എന്റെ അച്ഛൻ സഹകരണ ബാങ്കിൽ നിന്ന് 30 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് 10 വർഷം കൊണ്ട് പലിശ കയറി 60 ലക്ഷത്തോളമായി. ജപ്തി നോട്ടീസ് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സമയത്ത് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വീടിന്റെ 4 അതിർത്തികളിലും വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഞങ്ങളുടെ വീടിന്റെ ബാക്കിലെ 3 സെന്റ് സ്ഥലം ഒരു വ്യക്തി വാങ്ങുകയും കടം തീർക്കാനും സാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള സുജ വിൻസെന്റിന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഉടമ്പടിയിലെ മരിയൻ സാന്നിധ്യ ദൈവാനുഭവങ്ങൾ. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഭർത്താവിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ പിറ്റേന്ന് മുതൽ ഭർത്താവ് ഞങ്ങളോട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കാനും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാനും തുടങ്ങി. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ എന്റെ വയർ വീർത്തു വരുമായിരുന്നു. ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റും സ്കാനും ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൃപാസനം മാതാവിനെ സ്വപ്നം കാണുകയും സ്കാനിങ്ങിന്റെ സമയത്ത് മാതാവ് തല ഉയർത്തി നോക്കുന്നതായും സ്വപ്നം കണ്ടു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. സ്കാൻ ചെയ്ത് റിസൾട്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള അഞ്ജലിയുടെ സാക്ഷ്യം. 35 വർഷമായ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞത് ഉടമ്പടി വഴി, കൂടെ PSC ജോലിയും. ഞങ്ങൾക്ക് 35 വർഷമായി വീടില്ലായിരുന്നു. ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കിട്ടണമെന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്കൊരു ചിട്ടി പിടിക്കാൻ സാധിക്കുകയും എത്രയും പെട്ടെന്ന് വീടിന്റെ പണി തീർക്കാനും സാധിച്ചു. ചെറിയ വീടെന്ന് പ്രാർത്ഥിച്ചിട്ടും 2600 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ BEd കഴിഞ്ഞ് 4 വർഷമായി ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ ഞാൻ PSC ടെസ്റ്റ് എഴുതി. അതിൽ 24ാം റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിയമനം നടക്കുന്നതിന് കാലതാമസം നേരിടുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ അടുത്തുള്ള സ്കൂളിൽ ജോലി ലഭിച്ചു. പാലായിൽ നിന്നുള്ള അനഘയുടെ സാക്ഷ്യം. 18 വർഷമായി ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മാതാവ് ആ വിഷയത്തിൽ ഇടപെട്ടു. ഞങ്ങൾക്ക് 18 വർഷമായി ഒരു ഭവനമില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ലായിരുന്നു. കോവിഡ് കാലത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അടിത്തറ കെട്ടാനുള്ള പണം ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ലൊരു ഭവനം പണിയാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ദുബായിൽ നിന്നുള്ള സൗമ്യയുടെ സാക്ഷ്യം. മാർത്തോമാക്കാരിയായ എനിക്ക് മാതാവിനോട് ആത്മബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മാതാവ് മൃദുല സ്വരത്തിൽ എന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ എന്നെ മറന്നോ എന്ന്. എനിക്ക് അതിഭയങ്കരമായ നടുവേദനയായിരുന്നു. എന്റെ 3ാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിനെ എടുക്കാനോ യാത്ര ചെയ്യാനോ മുട്ടുകുത്താനോ സാധിച്ചിരുന്നില്ല. ഡോക്ടറെ കണ്ടപ്പോൾ സർജറി വേണമെന്നും നടുവിന് സ്ക്രൂ ഇടണമെന്നും പറഞ്ഞു. ഒരു നേഴ്സായി എനിക്ക് ഓപ്പറേഷൻ അഭിമുഖീകരിക്കാൻ പേടിയായിരുന്നു. പിന്നെ നടുവിന് ബെൽറ്റ് ഇട്ടു. ജീവിതകാലം മുഴുവൻ ബെൽറ്റ് ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം എനിക്ക് കൃപാസനം പത്രം കിട്ടി. പക്ഷേ മാർത്തോമാക്കാരിയായി എനിക്ക് മാതാവിനോട് അടുപ്പമില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് അമ്മ മാതാവിന്റെ ഒരു സ്വരം ഞാൻ കേട്ടു, കുഞ്ഞെ നീ എന്നെ മറന്നോ എന്ന്. പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആരാധന കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന സന്ദേശം പറഞ്ഞു.
എനിക്ക് സൗഖ്യം ലഭിച്ചു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് നിന്നുള്ള താരകേശ്വരിയുടെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിന്റെ രൂപത്തിൽ കൈവച്ചപ്പോൾ എനിക്ക് കറണ്ട് അടിക്കുന്ന അനുഭവമുണ്ടായി. എന്റെ മകന് ഡൗൺ സിൻഡ്രോം ആണ്. കൊറോണ കാലത്ത് മകനെ എങ്ങും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ മകൻ കൂടുതൽ വയലന്റായി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞ് വീണ്ടും വയലന്റായി. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം മകൻ ഇതുവരെ വയലന്റ് ആയിട്ടില്ല. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിന്റെ രൂപത്തിൽ കൈവച്ചപ്പോൾ എനിക്ക് കറണ്ട് അടിക്കുന്ന അനുഭവമുണ്ടായി. ആലുവ അശോകപുരത്തു നിന്നുള്ള ജോയൽ വർഗീസിന്റെ സാക്ഷ്യം. അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുത്ത് 15 ദിവസത്തിനുള്ളിലാണ് എന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോയത്. വിദേശത്ത് MBBS പഠിക്കുന്ന മകന്റെ സാക്ഷ്യം. എനിക്ക് MBBSന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ 2 പ്രാവശ്യം നീറ്റ് എഴുതിയിട്ടും MBBSന് ഗവൺമെന്റിൽ കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിൽ പോയി പഠിക്കാൻ ഒരവസരം വന്നു. അവിടുത്തെ ഫീസ് കുറച്ച് കൂടുതലായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ ശരിയായില്ല. വീടിന്റെ ആധാരം വെച്ച് കുറച്ച് ലോൺ ശരിയായെങ്കിലും പോകുന്ന കാര്യം ശരിയായില്ല. ഞാൻ കൃപാസനത്തിലെ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി തടസ്സങ്ങൾ മാറി വിദേശത്ത് പോയി പഠിക്കാൻ സാധിച്ചു. കൂടാതെ 4 വർഷമായി വാടകയ്ക്കാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഒരു ഭവനം പണിയാൻ സാധിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അർച്ചനയുടെ സാക്ഷ്യം. സ്റ്റിറോയിഡ് കഴിച്ച് ദേഹം മൊത്തം നീരായി. എന്നിട്ടും അസുഖം മാറിയില്ല. ഉടമ്പടിയിൽ സംഭവിച്ചത്, എന്റെ ശരീരം മൊത്തം ചൊറിഞ്ഞു തടിച്ചു പൊങ്ങുമായിരുന്നു. വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി ഡോക്ടേഴ്സിനെ കണ്ടു. എല്ലാവരും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും ടാബ്ലറ്റും തന്നു. സ്റ്റിറോയിഡ് കഴിച്ച് ദേഹം മൊത്തം നീരായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പത്തനംതിട്ട കോന്നിയിൽ നിന്നുള്ള ഷെറിൻ ഷാജിയുടെ സാക്ഷ്യം. 28 വർഷമായി വസ്തുവിന്റെ പ്രമാണം കിട്ടാതെ ഭാരപ്പെടുകയായിരുന്നു. ഉടമ്പടിയിൽ ഉടനടി നടന്നത്. 28 വർഷമായി എന്റെ വസ്തുവിന്റെ പ്രമാണം കിട്ടാതെ ഭാരപ്പെടുകയായിരുന്നു. അതിന്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്തിട്ടും പ്രമാണം ഞങ്ങൾക്ക് തരാതെയായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പ്രമാണം ഞങ്ങൾക്ക് ലഭിച്ചു. കൂടാതെ മകന് വയറുവേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ എമർജൻസിയായി ചെയ്യണമെന്ന് പറഞ്ഞു. പരിശുദ്ധാമ്മയുടെ അനുഗ്രഹത്താൽ ഓപ്പറേഷൻ കൂടാതെ മകന് സൗഖ്യം ലഭിച്ചു.